യുഎസിനെതിരെ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത സാഹചര്യത്തിൽ യമനിലെ ഹൂതികൾക്കെതിരായ ആക്രമണം തുടരുമെന്നും കടുപ്പിക്കുമെന്നും അമേരിക്ക. സ്വാഭാവികമായ ഈ യുഎസ് പ്രതിജ്ഞയുടെ വിശദാംശങ്ങൾ ഒന്ന് പരിശോധിക്കാം. യമനിലെ ഹൂതി തീവ്രവാദികളുടെ കേന്ദ്രങ്ങളിൽ യുഎസ് ആക്രമണം നടത്തിയതിന് പിറ്റേ ദിവസം അത്തരം വ്യോമാക്രമണങ്ങൾ ഇനിയും അനിശ്ചിതമായി തുടരുമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ശനിയാഴ്ചയാണ് യമനിൽ യുഎസ് ആദ്യ റൗണ്ട് ആക്രമണങ്ങൾ നടത്തിയത്. നടപടിയിൽ കുറഞ്ഞത് 53 പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ചെങ്കടലിലെ ആഗോള കപ്പൽ ഗതാഗതത്തിനെതിരെ നടത്തിയ ആക്രമണങ്ങൾക്ക് ഹൂതികളെ ശിക്ഷിക്കുക എന്നതാണ് ആക്രമണ ലക്ഷ്യമെന്ന് വാഷിംഗ്ടൺ വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം അമേരിക്കൻ ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട 53 പേരിൽ 5 കുട്ടികളും 2 സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ വക്താവ് അനീസ് അൽസ്ബാഹി പറഞ്ഞു. ഈ യുഎസ് നടപടിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ തിരിച്ചെത്തിയതിനു ശേഷം ഹൂതികൾക്കെതിരെ യുഎസ് നടത്തിയ ആദ്യ ആക്രമണമാണിത്. യുഎസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് പറഞ്ഞത് പ്രകാരം ഹൂതികൾ അവരുടെ ആക്രമണങ്ങൾ നിർത്തുന്നതുവരെ യുഎസ് നടപടി തുടരുമെന്നാണ്. ഇറാനോടും പൊതുവെ പശ്ചിമേഷ്യയോടുമുള്ള വാഷിംഗ്ടണിന്റെ ഉറച്ച സമീപനത്തെ സൂചിപ്പിക്കാനാണ് ആക്രമണങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് വാദിച്ച നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു ഹെഗ്സെറ്റ്. ഒരു പ്രത്യേക അഭിമുഖത്തിൽ യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കൽ വാട്സ് ആക്രമണങ്ങൾ ഒന്നിലധികം ഹൂതി നേതാക്കളെ ലക്ഷ്യം വെച്ചുവെന്നും അവരെ പുറത്താക്കിയെന്നും നീക്കങ്ങൾ നിർത്താൻ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതും ഉൾപ്പെട്ടിരിക്കുന്നുവെന്നും അഭിപ്രായപ്പെട്ടു. യമനിൽ അമേരിക്കൻ ആക്രമണങ്ങൾ പ്രഖ്യാപിക്കുന്നതിനിടെ ട്രംപ് ഹൂതികൾക്കും ഇറാനും കർശന മുന്നറിയിപ്പുകൾ നൽകി. എല്ലാ ഹൂതി തീവ്രവാദികൾക്കും നിങ്ങളുടെ സമയം കഴിഞ്ഞു, നിങ്ങളുടെ ആക്രമണങ്ങൾ ഇന്നു മുതൽ നിർത്തണം. അങ്ങനെ അല്ലാത്ത പക്ഷം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ നരകം നിങ്ങളുടെ മേൽ വർഷിക്കുമെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലൂടെ ശനിയാഴ്ച ഭീഷണി മുഴക്കി. ഇറാനോട് ഹൂതി തീവ്രവാദികൾക്കുള്ള പിന്തുണ ഉടൻ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റൊരു ഹൈലൈറ്റ് കൂടിയുണ്ട്. ട്രംപ് ബ്രാൻഡഡ് ഗോൾഫ് ടീഷർട്ട് ധരിച്ച് ഒരു ഡിസ്പ്ലേ സ്ക്രീനിൽ വ്യോമാക്രമണങ്ങൾ വീക്ഷിക്കുന്ന പ്രസിഡന്റിന്റെ ഫോട്ടോ വൈറ്റ് ഹൗസ് പങ്കിട്ടു. പിന്നെ 2 വൻ ശക്തികൾ തമ്മിലുള്ള ആശയവിനിമയം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു മാർഗമായി കണ്ട് ആക്രമണത്തെക്കുറിച്ച് റഷ്യയെ അറിയിച്ചതായും യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടു. ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ ഹമാസിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന തരത്തിൽ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെ യമൻ സംഘം നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ചതു മുതൽ ഇറാൻ പിന്തുണയുള്ള തീവ്രവാദി സംഘം ഇസ്രായേലിനെതിരെ മിസൈലുകൾ, ഡ്രോണുകൾ, റോക്കറ്റുകൾ എന്നിവ വിക്ഷേപിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ദശകത്തിൽ യമന്റെ ഭൂരിഭാഗം നിയന്ത്രണം ഏറ്റെടുത്ത ഹൂതികൾ ഗസയിലേക്ക് പ്രവേശിക്കുന്ന സഹായങ്ങൾക്ക് ഇസ്രായേൽ തടസ്സം നീക്കിയില്ല എങ്കിൽ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന ഇസ്രായേലി കപ്പലുകൾക്ക് നേരെ ആക്രമണം പുനരാരംഭിക്കുമെന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. എന്തായാലും ജനുവരിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ ശേഷം മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഏറ്റവും വലിയ യുഎസ് സൈനിക നടപടിയാണിത്. അപ്പോൾ ഇത് വെറും സാമ്പിൾ മാത്രമാണെന്ന് ഉറപ്പാണ്. യുഎസിന്റെ മുന്നറിയിപ്പും സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്.